വാർത്തകൾ തുടരുന്നു. ഓഫർ തട്ടിപ്പ് കേസ് പ്രതി അനന്തുകൃഷ്ണന്റെ സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ്. കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടത്തുന്നത്. ശരൺ വിശദാംശങ്ങൾ നൽകും. ശരൺ, ഈ റെയ്ഡ് ഏകദേശം 1 മണിക്കൂർ പിന്നിടുകയാണ്. റെയ്ഡിന്റെ പുരോഗതി സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഏറെക്കുറെ സമാനമായി ഇതേ സമയം തന്നെ മറ്റു സ്ഥാപനങ്ങൾ കൂടി റെയ്ഡ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സൈഫുദ്ദീൻ, നിലവിൽ ഇവിടെ മാത്രമാണ് റെയ്ഡ് തുടരുന്നത്. കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. 1 മണിക്കൂർ മുമ്പാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയ ടോമി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. 8 അംഗ സംഘമാണ് എത്തിയത്. അവർ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. പ്രധാനമായും ഈ രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മറ്റ് ഇടങ്ങളിൽ ഇന്ന് റെയ്ഡ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇവിടെ മാത്രമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് SP ആയ MJ സോയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസന്വേഷണം ഏറ്റെടുത്തിരുന്നത്. ഇതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് അവർ SIT യോഗം ചേർന്നിരുന്നു. അങ്ങനെ യോഗം ചേർന്നുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലാണ് ഇനി അന്വേഷണം നടത്തേണ്ടത്, എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന കാര്യത്തിൽ ധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മൂവാറ്റുപുഴ കോടതിയിൽ നിന്ന് സെർച്ച് വാറന്റ് വാങ്ങിക്കൊണ്ടാണ് ഈ നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. പ്രധാനമായും നേരത്തെ പോലീസ് എത്തിരുന്ന അനുമാനം ഇത് 500 കോടിക്ക് മുകളിലുള്ള തട്ടിപ്പാണെന്നുള്ളതാണ്. അങ്ങനെയാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയും കഴിഞ്ഞ ദിവസം 81 അംഗ ക്രൈംബ്രാഞ്ച് സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിരുന്നത്. അവരാണ് ഇപ്പോൾ പ്രധാനമായും റെയ്ഡ് തുടരുന്നത്. ഇതിൽ ഒരു വശത്ത് ED അടക്കം വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അനന്തുകൃഷ്ണൻ രൂപീകരിച്ച ട്രസ്റ്റിൻ്റെയും NGO കോൺഫെഡറേഷൻ എന്ന സംഘടനയുടെ ഒക്കെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നുള്ള സംശയമാണ് EDക്കുള്ളത്. അതിൽ വ്യക്തത വരുത്തുള്ള അന്വേഷണം തുടരുമ്പോൾ തന്നെയാണ് ക്രൈംബ്രാഞ്ചിനും ചില സംശയങ്ങളുള്ളത്. അതായത് ഈ തട്ടിയെടുത്ത പണം ഈ സ്ഥാപനം വഴി വെളുപ്പിച്ചെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരുത്താനുള്ള പരിശോധനകൾ കൂടിയാണ് തുടരുന്നത്. എന്തായാലും ഇനി അടുത്ത ഘട്ടമെന്ന നിലയിൽ ഈ തട്ടിപ്പിനിരയവരുടെയും ഒപ്പം തന്നെ ഗുണഭോക്താക്കളായ മുഴുവൻ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും പ്രതി അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കവും ക്രൈംബ്രാഞ്ച് നടത്തുക. അതിന് മുന്നോടിയായുള്ള റെയ്ഡ് ആണ് ഇപ്പോൾ പ്രധാനമായും പുരോഗമിക്കുന്നത്.